ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നുപോയി, സാധാരണ ചില കുട്ടികൾക്ക് പനി വരുമ്പോഴേ ഈ മുഖത്തും ദേഹത്തൊക്കെ തരി പോലെ പൊന്തിയിട്ടുണ്ടാവും. ഇത് പേടിക്കണോ വേണ്ടിയോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എല്ലാവർക്കും അത് കാണുമ്പോൾ നല്ല വറിയാണ്. മണലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അല്ലെ. മണലി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മീസിൽസ് ആണ്. 5ാം പനി എന്നൊക്കെ പറഞ്ഞ പണ്ട് അത് വളരെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന രോഗമായിരുന്നു. ഇപ്പൊ നമ്മൾ അതിന് വാക്സിൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് മീസിൽസും റുബെല്ലയും ഒക്കെ നമുക്ക് കുറഞ്ഞു വന്നു എന്നും ഇല്ലാതില്ല എന്നല്ല. പക്ഷെ ഇങ്ങനെ തരിത്തരി പോകുന്നത് ഏത് വൈറൽ ഇൻഫെക്ഷൻസിലും വരാം. പനി വൈറസ് കൊണ്ട് വരാം, അതുകൊണ്ട് മുഖത്തും ദേഹത്തൊക്കെ തരിത്തരി പോലെ വരാം. അത് മാത്രം കണ്ട് നിങ്ങൾ വറീഡ് ആവണ്ട. അതുകൊണ്ട് കുട്ടിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അതിനോടനുബന്ധിച്ചിട്ട് കണ്ണിൽ പീള വരുന്നു, കണ്ണിൽ ചോപ്പ് വരുന്നു, ചുണ്ടും വായും വല്ലാണ്ട് ചോന്നിരിക്കുന്നു, കഴുത്തിലൊക്കെ കയല എന്ന് പറയില്ലേ നമ്മൾ, ലിംഫ് നോഡ്സ് വരുന്നു, കയ്യിലൊക്കെ തടിപ്പ് പോലെ ചെറിയ നീര് പോലെ വരുന്നു, തൊലിയൊക്കെ പോകുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊരു കാര്യമായിട്ട് തന്നെ നമ്മൾ കാണിക്കുക തന്നെ വേണം. അല്ല, ചില കുട്ടികൾക്ക് പനി വന്നിട്ട് ഈ റാഷസ് ഒക്കെ വരുമ്പോൾ പനി അങ്ങ് കുറയും. അതും ചില വൈറൽ ഇൻഫെക്ഷൻസിൽ കാണുന്നതാണ്. അപ്പോൾ ഈ റാഷസിനായിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഡൗട്ടാണ്, ഇങ്ങനത്തെ കുട്ടികളെ കുളിപ്പിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. കുളിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇളം ചൂടുവെള്ളം, ലൂക്ക് വാം വാട്ടറിൽ നിങ്ങൾ കുളിപ്പിക്കാം. വിശദമായ എണ്ണ തേച്ചുള്ള കുളിയല്ല, പെട്ടെന്നൊരു കുളിപ്പിച്ചങ്ങ് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. തേർഡ് ഡൗട്ടാണ്, ഇങ്ങനെ പൊന്തിയ കുട്ടികൾക്ക് ചൂട് ഭക്ഷണം കൊടുക്കാവോ അതോ തണുപ്പ് തന്നെ കൊടുക്കണോ? അങ്ങനെയൊന്നുമില്ല. കുഞ്ഞിന് എന്താണോ ഇഷ്ടം അത് കൊടുക്കാം. പിന്നെ ചിക്കൻ കൊടുക്കാവോ, മട്ടൺ കൊടുക്കാമോ, നോൺ വെജ് കൊടുക്കാമോ എന്ന് ചോദിക്കും. അതും കൊടുക്കാം. അതും കൊടുക്കുന്നതുകൊണ്ട് കുഞ്ഞിന് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആകെ എനിക്ക് പറഞ്ഞ ഒരാൾ നന്നായിട്ട് വെള്ളം കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അത്രയാണ് പറയാനുള്ളത്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.